വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളാണ് SSLCയും അതേപോലെ തന്നെ +2. അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഒരു സമയമാണിത്. 2 ദിവസത്തിനകം +2ലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാനായി. ഇപ്പോൾ ഞാനുള്ളത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അട്രാക്റ്റീവായിട്ടുള്ള ചേന്നമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് അവരുടെ അടുത്താണുള്ളത്. നമുക്ക് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അട്രാക്ഷനെ കുറിച്ചും പിന്നീട് ഇവിടെ പഠിച്ചു പോയ കുട്ടികൾക്ക് +2ലേക്കുള്ള അഡ്മിഷന് വേണ്ട സാഹചര്യം ഏതൊക്കെ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് സാറിനടുത്തേക്ക് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ആദ്യമായിട്ട് ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഒരുപക്ഷെ കേരളത്തിന് പുറത്തു പോലും വളരെയധികം പ്രശസ്തിയുള്ള ഒരു സ്ഥാപനമാണ്. എന്താണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അട്രാക്ഷൻ? ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂള് ഒരു സർക്കാർ എയ്ഡഡ് സ്കൂളാണ്. 1964 ഹൈസ്കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. 1998 ഹയർ സെക്കൻഡറി അപ്ഗ്രഡേഷൻ കിട്ടുന്നത്. സ്കൂളിൻ്റെ പ്രത്യേകത സാധാരണ എയ്ഡഡ് സ്കൂളിലുള്ള പോലെ അല്ല ടീച്ചേഴ്സ് നിയമനം. അതുതന്നെയാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷന്. ടീച്ചേഴ്സ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പൈസയും വാങ്ങാതെ പക്ക ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഡെമോ ക്ലാസ് ഇതെല്ലാം കഴിഞ്ഞ് അതിന് റാങ്ക് ലിസ്റ്റ് ഇട്ടാണ് ഇവിടെ എല്ലാ അപ്പോയിൻമെൻറ്റും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിൻ്റെ ക്വാളിറ്റി അത് എല്ലാ സ്കൂളിനും സമീപത്തുള്ള എല്ലാ സ്കൂളിനും കമ്പയർ ചെയ്യുമ്പോഴും ടോപ്പ് ഫാക്കൽറ്റീസ് ആയിരിക്കും. PhD ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. എല്ലാ സബ്ജക്റ്റിനും ടീച്ചേഴ്സ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പിന്നെ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിനെ ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നൊരു മാനേജ്മെൻറ്റാണ്. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിംഗ് ഒക്കെ വന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു സ്കൂളിലും ഇല്ലാത്ത സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ, അത് ക്ലാസ് റൂം ആയാലും ലാബായാലും ടോയ്ലറ്റ് ആയാലും എല്ലാ സൗകര്യമുള്ള സ്കൂളാണ്. അതുകൊണ്ടാണ് കുട്ടികൾ കൂടുതൽ ഈ സ്കൂളിലാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയ എല്ലാ കുട്ടികളും ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നത് ഈ സ്കൂളിൻ്റെ ഈ ഒരു സൗകര്യം കണ്ടിട്ട് തന്നെയാണ്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മോറൽ എഡ്യൂക്കേഷൻ, അതായത് ഇതിൻ്റെ കൂടെ ഒരു ഡിസിപ്ലിൻ പ്ലസ് മോറൽ എല്ലാം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നാട്ടുകാരായ സമീപത്തുള്ള എല്ലാ കുട്ടികളും ഓപ്ഷൻ കൊടുക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പ്രഷറുണ്ട് അഡ്മിഷനിൽ. ആ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നമുക്ക് ഈ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് 60 കുട്ടികളെടുക്കാം നമുക്ക് നിർബന്ധമുള്ളൂ. സർക്കാർ 60 കുട്ടികളെടുക്കാനേ നിർബന്ധം പറയുന്നുള്ളൂ. 5 സീറ്റ് വേണമെങ്കിൽ, അതായത് 10% വേണമെങ്കിൽ എടുക്കാം എന്നാണ്. അതും എടുത്തിട്ട് 65 ആക്കിയിട്ടും നമുക്ക് കുട്ടികൾ കരഞ്ഞുകൊണ്ട് പോകുന്ന അവസ്ഥയാണ് ഈ അഡ്മിഷൻ സമയത്ത് ഉണ്ടാവാറ്. വിജയശതമാനം ഈ വർഷത്ത് ബാക്കൗട്ട് ചെയ്യാൻ പോകുന്നില്ല, ഈ വർഷത്ത് പറയാം. ഈ വർഷം സയൻസ് സ്ട്രീമിൽ 3 ബാച്ചാണ് നമുക്കുള്ളത്. അതിൽ 195 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. അതിൽ 193 കുട്ടികളാണ് പാസ്സായത്. അതിൽ 99% വിജയം. 68 കുട്ടിക്ക് ഫുൾ A+ ഉണ്ട്. 124 കുട്ടിക്ക് 90% എബവ് മാർക്കുണ്ട് സയൻസിൽ. കൊമേഴ്സ് 2 ബാച്ചാണ്. 129 കുട്ടികൾ പരീക്ഷ എഴുതി. അതിൽ കൊമേഴ്സ് മാത്തമാറ്റിക്സിൽ 2 കുട്ടികളാണ് ഫെയിലായത്. കൊമേഴ്സ് കമ്പ്യൂട്ടറിൽ 4 കുട്ടികളും. കൊമേഴ്സ് മാത്തമാറ്റിക്സിൽ ഒരു കുട്ടിക്ക് 1200 മാർക്കുണ്ട്. തൊട്ട് താഴെ 198 മാർക്കുള്ള കുട്ടിയുണ്ട്. പിന്നെ മൊത്തം ബാച്ചുകളിൽ 1190 മാർക്കും അതിൻ്റെ മേലെയും കിട്ടിയ 11 കുട്ടികളുണ്ട്. 1200 പറയുന്നത്. 1200-ൽ 1190 അതിൻ്റെ മുകളിലും മാർക്ക് കിട്ടിയ 11 കുട്ടികൾ, ഫുൾ മാർക്ക് കിട്ടിയ ഒരു കൊമേഴ്സ് മാത്തമാറ്റിക്സിൽ ഒരു കുട്ടി. ഇവിടുത്തെ ഒരു അധ്യയന രീതി എങ്ങനെയാണ്? എക്സാം അടുപ്പിച്ച് അവർക്ക് ചെയ്തു കൊടുക്കുന്ന മറ്റ് അധ്യയന രീതികൾ എന്തൊക്കെയാണ്? നമ്മൾ ക്ലാസ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഹയർ സെക്കൻഡറി എല്ലാ സ്ഥലത്തും ഇപ്പം സാറ്റർഡേ ഹോളിഡേ ആക്കിയതിന് ശേഷം 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 8:50 ഫസ്റ്റ് ബെല്ലടിക്കുക. 8:50 തന്നെയാണ് ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ് പോവുക. 8:50 മുതൽ 4:30 വരെയാണ് നമ്മുടെ ടൈം. എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ ഗവൺമെൻറ് പറയുന്നത് ക്വാർട്ടർലി എക്സാമിനേഷൻ, ഹാഫ് ഇയർലി എക്സാമിനേഷൻ മോഡൽ, ഇതാണ് ഗവൺമെൻറ് പറയുന്ന എക്സാം. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് മിഡ് ടേം, സെക്കൻഡ് മിഡ് ടേം, അങ്ങനെ 2 മിഡ് ടേമുകൾ എക്സ്ട്രാ നടത്തും. അത് കുട്ടികളെ പരീക്ഷാ രീതി തന്നെ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് നടത്തുക. പിന്നെ പരീക്ഷയോട് അടുക്കുമ്പോൾ ജനുവരി 1 മുതൽ ഫെബ്രുവരി വരെ നീണ്ടു നിൽക്കുന്ന ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. ടെസ്റ്റ് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ ചാപ്റ്ററിനും പരീക്ഷ, അതായത് ഒരു വിഷയത്തിന് 6 പരീക്ഷ. ആ രീതിയിൽ ടെസ്റ്റ് സീരീസുകൾ ചാപ്റ്റർ വൈസ് ഡിവൈഡ് ചെയ്തിട്ട് ജനുവരി 1 മുതൽ ജനുവരി അവസാനം വരെ ഈ ടെസ്റ്റ് സീരീസ് നടക്കും. അതിൻ്റെ വാല്യുവേഷനും അതിൻ്റെ ഡിസ്കഷനൊക്കെ ക്ലാസ്സിൽ നടക്കും. അത് കഴിഞ്ഞിട്ടാണ് കുട്ടികൾ മോഡ് എക്സാമിനേഷൻ പോവുക. അപ്പോൾ ഒരു 6 പരീക്ഷ ഒരു വിഷയം എഴുതി കഴിഞ്ഞാൽ പിന്നെ കുട്ടിക്ക് മോഡൽ പരീക്ഷയും പബ്ലിക് എക്സാമും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ അതേപോലെ കുട്ടികൾ നിങ്ങൾ ബാച്ച് ആയിട്ടിരിക്കാറുണ്ടോ? കുട്ടികളുടെ IQ അനുസരിച്ച്? ഇല്ല, ബാച്ചായിട്ട് ഇരിക്കാറില്ല. കുട്ടി വന്നു കഴിഞ്ഞാൽ അവൻ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പോകുന്ന വരെ ഒരേ ബാച്ചിൽ ഒരേ കുട്ടികളുടെ കൂടെ തന്നെയാണ്. സാധാരണ SSLC സമയമാകുന്ന സമയത്ത് A+ കുട്ടികൾ വേറെ തന്നെ? അങ്ങനെ സംഭവമില്ല. സയൻസ് 3 ബാച്ച്, ആ 3 ബാച്ചിലെ കുട്ടികൾ പോകുന്നവരെ അതെല്ലാം. പക്ഷേ പിന്നെ സ്പെഷ്യലായിട്ട് താഴെ നിൽക്കുന്ന കുട്ടികളെ, അതായത് ഫെയിലാവാനോ അല്ലെങ്കിൽ മാർക്ക് കുറവാനോ സാധ്യതയുള്ള കുട്ടികളെ സ്പെഷ്യൽ അറ്റൻഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാക്കിയിട്ട് അവരെ എക്സ്ട്രാ കോച്ചിങ് സ്കൂൾ വിട്ടതിന് ശേഷം
ഹോളിഡേയ്സിലൊക്കെ വിളിച്ചിട്ട് അവർക്ക് സ്പെഷ്യൽ സപ്പോർട്ട് കൊടുക്കും. അതേപോലെ മേലെ നിൽക്കുന്ന കുട്ടികളെ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, പിന്നെ ക്ലാസ് ആവശ്യം ഉണ്ടാവില്ല, ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ വേണ്ടി വരിക, അത് അങ്ങനെയും കൊടുക്കും. സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? പ്രത്യേകിച്ചും കുട്ടികളുടെ രക്ഷിതാക്കളുമായിട്ടോ അവരുടെ ഫാമിലി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ കുട്ടികളുടെ വീട് സന്ദർശിക്കാൻ വരെ പിന്നെ ക്ലാസ് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ പോകാറുണ്ട്. എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ താഴെ നിൽക്കുന്ന കുട്ടികളുടെ വീട്ടിലാണ് നമ്മൾ കൂടുതൽ പോവുക, സപ്പോർട്ട് വേണ്ട കുട്ടികളുടെ വീട്ടിൽ. പിന്നെ PTA മീറ്റിംഗ് ഓരോ പരീക്ഷ കഴിയുമ്പോഴും നടക്കാറുണ്ട്. ക്ലാസ് PTA സ്റ്റാർട്ടിങ്ങിൽ മൊത്തത്തിൽ PTA നടക്കും. പിന്നെ മിഡ് ടേം കഴിഞ്ഞാൽ, ഹാഫ് ഇയർലി കഴിഞ്ഞാൽ, മോഡൽ എക്സാം കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ക്ലാസ് PTA വളരെ കൃത്യമായിട്ട് നടക്കാറുണ്ട്. 65 കുട്ടികളിൽ 60+ അറ്റൻഡൻസ് ഓരോ PTA-യിലും ഉണ്ടാവാറുണ്ട്. വളരെ അത്യാവശ്യമുള്ള പേരൻസ് മാത്രമേ മാറി നിൽക്കാറുള്ളൂ. പ്രത്യേക കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെടുന്ന കുട്ടികൾ കൗമാരപ്രായക്കാരാണ്, ഒരുപാട് ചലഞ്ചസ് ഉള്ള കുട്ടികളാണ്. ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ചുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ചസ് വല്ലതും നിങ്ങളുടെ സ്കൂളിൽ അഭിമുഖീകരിക്കാറുണ്ടോ? അതിന് പാരൻസിൻ്റെയും നമ്മുടെ നാട്ടുകാരുടെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ്, പറയത്തക്ക രീതിയിലുള്ള പ്രയാസങ്ങൾ ആ മേഖലയിൽ നേരിടാറുണ്ടോ? നമുക്കിപ്പോൾ പിന്നെ +1 +2 എന്ന് പറഞ്ഞാൽ 16-17കാരനാണ്. അവന് ഒരുപാട് പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അവൻ്റെ പിന്നെ ഫിസിക്കലി മെൻ്റലി ഒക്കെ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകാവുന്ന ഇഷ്യൂസ് അല്ലാതെ പ്രത്യേകിച്ച് ഭയങ്കര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ PTA-യും മാനേജ്മെൻറ്റും നാട്ടുകാരും അയൽവാസികളൊക്കെ വളരെ സപ്പോർട്ടീവാണ്. അങ്ങനെ ഒരു വലിയൊരു പ്രയാസമുള്ള ഒരു സ്കൂളല്ല. ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു സ്കൂൾ തന്നെയാണ്. അപ്പോൾ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു സ്കൂൾ എന്നുള്ള നിലക്കും മുക്കം ഭാഗത്തുള്ള ഏതൊരു കുട്ടിയും ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാറുള്ളത് സാധാരണ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിനാണ്. ഇവിടെ ചേന്നമംഗലൂർ ഹൈസ്കൂളിൽ എത്ര കുട്ടികളാണ് SSLC പാസ്സായിട്ടുള്ളത്? ഇപ്രാവശ്യം 344 എന്നാണ് എൻ്റെ ഓർമ്മ. 10ാം ക്ലാസ് പാസ്സായ 344. അപ്പോൾ ആ കുട്ടികൾക്ക് ഇനി അവരുടെയൊക്കെ ഒരു ആഗ്രഹം സ്വാഭാവികമായിട്ടും അവർ പഠിച്ച ഈ സ്കൂളിൽ തന്നെ +2ലേക്ക് ചേരണമെന്നായിരിക്കും. അതിന് അഡ്മിഷൻ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് അവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ, ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെ ഈ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കാണ് ഇവിടെ ഫസ്റ്റ് പ്രിഫറൻസ് വരിക. കാരണം സെയിം സ്കൂളിന് പോയിൻ്റ് ഉള്ളതുകൊണ്ട് ആ കുട്ടികൾക്ക് എല്ലാ കുട്ടികളെക്കാളും കൂടുതൽ പ്രിഫറൻസ് ഇവിടെ കിട്ടും. പിന്നെ മുനിസിപ്പാലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, അത് എല്ലാവർക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഇവിടെ 16-ാം തീയതിയാണ് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സിംഗിൾ വിൻഡോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മുതൽ തന്നെ സ്കൂളിൽ ഹെൽപ്പ് ഡെസ്ക് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയിലും ഉണ്ടാവും. അപ്പോൾ കുട്ടികളും രക്ഷിതാക്കളും ഒരുമിച്ച് സ്കൂളിലേക്ക് വന്നാൽ മതി. സ്കൂളിലേക്ക് വന്നാൽ ഇവിടുന്ന് ഹെൽപ്പ് കൊടുക്കാം. ഇനി അവർ ഇവിടെ വരേണ്ട ആവശ്യമില്ല, എവിടെ നിന്നും അവനെ കമ്പ്യൂട്ടറിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ആവശ്യമുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണ്ട ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 16 മുതൽ 25 വരെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. ആ എല്ലാ ദിവസങ്ങളിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് അവർ എന്ത് രേഖകളാണ് കൂടെ കരുതുന്നത്? അവർ ഒന്നുമില്ല, അവർ പിന്നെ ഒന്ന് ഈ ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടിയ SSLCയുടെ മാർക്ക് ലിസ്റ്റ്, ഒറിജിനൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പിന്നെ NCC സ്കൗട്ട് പോലുള്ള ഇത് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ NCCയിലും സ്കൗട്ടിലും ഒക്കെ ചേർന്ന കുട്ടികൾക്ക് ആ സർട്ടിഫിക്കറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടോ? അവർ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അതിൻ്റെ നമ്പറെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ടാവും. അതുണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് കൊടുത്തിട്ടുണ്ടാവും. NCC NSSൻ്റെ ആ സർട്ടിഫിക്കറ്റ് അവർ കൊടുത്തു. അതിൻ്റെ ഫോട്ടോ കോപ്പി കൊണ്ടുവന്നാൽ മതി. നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട കേസില്ല. അതിലൊക്കെ നമ്പറും അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും ചോദിക്കുക. അപ്പോൾ ആ ഫോട്ടോ കോപ്പി കയ്യിലുണ്ടായാൽ മതി. അതേപോലെ തന്നെ ചേന്നമംഗലൂർ നമുക്കറിയാം ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാണ്. ഇപ്പോൾ പല നാടുകളിൽ നിന്നും ആളുകൾ ഇവിടെ നിന്ന് താമസിക്കുന്നുണ്ടാവും, 4-5 വർഷങ്ങളൊക്കെ ആയിട്ട് താമസിക്കുന്നവരുണ്ടാവും. അത്തരം ആളുകൾ അവരുടെ പെർമനൻറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, അവരുടെ നാട്ടിലായിരിക്കും. ഇപ്പം കണ്ണൂർ ജില്ലയിലുള്ള തിരുവനന്തപുരം പോലുള്ള കോട്ടയം ഭാഗത്തൊക്കെ ആൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർ ഇത്രയും നാളിവിടെ മുക്കം മുനിസിപ്പാലിറ്റിയിലാണ് താമസിച്ചെന്നുള്ള രീതിയിൽ രേഖ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ റെസിഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുനിസിപ്പാലിറ്റിയുടെ പോയിന്റ് കിട്ടും. റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് മുനിസിപ്പാലിറ്റി പോയിട്ടാണ് വാങ്ങേണ്ടത്. അല്ല, അത് അവരുടെ അഡ്രസ്സിൽ ഒരു ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് കാണിച്ചാൽ മതി. അഡ്മിഷൻ സമയത്ത് അവർ വരുമ്പോൾ ഇത് കൊണ്ടുവന്നാൽ മതി. അത് വെരിഫൈ ചെയ്തിട്ട് അത് ഓക്കെ ആണെങ്കിൽ അഡ്മിഷൻ കൊടുക്കും. പക്ഷേ ആ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അവരിവിടെ തൽക്കാലം താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആ പോയിന്റ് കിട്ടില്ല. അങ്ങനെ അത് കൊടുത്ത് അതിൽ അഡ്മിഷൻ വാങ്ങി വന്ന് ഇവിടെ വെരിഫിക്കേഷൻ സമയത്ത് അത് ഇല്ലയെന്ന് കാണുകയാണെങ്കിൽ ആ അഡ്മിഷൻ റദ്ദ് ചെയ്യപ്പെടും. അഡ്മിഷൻ തന്നെ റദ്ദ് ചെയ്യും. അപ്പോൾ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അല്ലേ? നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. അത് നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ 2 ജില്ലയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ 2 ജില്ലയിൽ വേറെ അപ്ലിക്കേഷൻ കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പം ഈ ബോർഡറിലൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും. പേരഞ്ഞിമാവൊക്കെ ഉള്ള കുട്ടികൾ മലപ്പുറം ജില്ലയിലേക്ക് എളുപ്പമായിരിക്കും, ഇങ്ങോട്ടും എളുപ്പമായിരിക്കും. ആ കുട്ടികൾ കോഴിക്കോട് ജില്ലയിൽ വേറെയും മലപ്പുറം ജില്ലയിൽ വേറെയും സിംഗിൾ വിൻഡോയിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ അതേപോലെ ഈ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു സ്വിമ്മിങ്ങിന് ഇപ്പോൾ പോയിന്റ് ഇല്ല, അത് ക്യാൻസൽ ചെയ്തു. അതിപ്പോൾ എടുക്കണം, അതില്ല, വേണ്ട, അത് വേണ്ട. സ്വിമ്മിങ്ങിന് ആരും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ട, അതിപ്പോൾ ഇല്ല. അപ്പോൾ സാധാരണ ഓൺലൈനിലൊക്കെ ചെയ്യാൻ പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചാണ് റഷീദ് സാർ പറഞ്ഞിട്ടുള്ളത് അവർക്ക് സ്കൂളിലേക്ക് വരാമെന്നുള്ളതാണ്. എന്നാൽ സ്കൂളിൽ വരാതെ തന്നെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്നുള്ളത്. മറ്റൊരു സംഗതി, ഇവിടെ +2
എത്ര ബാച്ച്, എത്ര സീറ്റാണുള്ളത്? നമുക്കിവിടെ സയൻസിന് 3 ബാച്ച് ഉണ്ട്. 3 ഒരേ ബാച്ചാണ്. സയൻസ് 01 എന്നാണ് കോഡ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി, ഈ 4 ഓപ്ഷണൽ വിഷയമുള്ള. പിന്നെ ഇംഗ്ലീഷും സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവർക്കും കോമൺ ആണല്ലോ. അങ്ങനെ ഒരേ സയൻസിൻ്റെ 3 ബാച്ച്. പിന്നെ മാത്തമാറ്റിക്സ്, കൊമേഴ്സ് 36 ആണ് കോഡ് വരിക. അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, ഇതാണ് ഓപ്ഷണൽ വിഷയം. പിന്നെ കൊമേഴ്സ് കമ്പ്യൂട്ടർ 39 ആണ് കോഡ് വരിക. അത് എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. അപ്പോൾ മാത്തമാറ്റിക്സിന് പകരം കമ്പ്യൂട്ടർ. പിന്നെ ഹ്യൂമാനിറ്റീസ് നമ്മളെ കോമ്പിനേഷൻ ഒരു ബാച്ചേ ഉള്ളൂ. അത് 24 ആണ് കോഡ്. അതിൽ ഓപ്ഷണൽ വിഷയം വരുന്നത് എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, ഓപ്ഷണൽ അറബിക്ക്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വിഷയം നിർബന്ധമായിട്ടും അറബി പഠിക്കേണ്ടി വരും. സെക്കൻഡ് ലാംഗ്വേജ് വേണേൽ മലയാളം എടുക്കാം, പക്ഷേ ഓപ്ഷണൽ വിഷയം ഇവിടെ അറബിക്കാണ്. ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അറബി പഠിക്കാൻ താല്പര്യമുള്ള അല്ല അറബി പഠിക്കാൻ പറ്റുന്ന കുട്ടികളെ എടുക്കാവും. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ടത്, അറബി തീരെ അറിയാത്ത കുട്ടികൾ, ഇപ്പം +1 ഒരു മോനുണ്ട്, ഇപ്പോൾ പിന്നെ കഴിഞ്ഞ് പോയ +2 ഒരു കുട്ടിയുണ്ട്, നേരത്തെ പാസ്സായി പോയ ഒരു കുട്ടിയുണ്ട്. അവരൊക്കെ അറബി ഒട്ടും അറിയാതെ വന്നിട്ട് അറബി അക്ഷരം പഠിച്ചെടുത്തിട്ട് പാസ്സായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമായി കരുതേണ്ടതില്ല. ഇതുണ്ടെന്ന് അറിഞ്ഞിരുന്ന പഠിക്കാൻ തയ്യാറാണ് സാർമാർ. അത് ചെയ്യുമ്പോൾ പഠിക്കാൻ തയ്യാറാണ്, അവർക്ക് അറബി എടുക്കാം. പിന്നെ മറ്റൊന്നുള്ളത് കമ്മ്യൂണിറ്റിയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റുമാണ്. കമ്മ്യൂണിറ്റി ഫോം നമ്മൾ 25-ന് ശേഷമാണ് കൊടുക്കാൻ തുടങ്ങുന്നത്. അത് സ്കൂൾ വെച്ചാണോ? അത് സ്കൂളിൽ നിന്നാണ് കൊടുക്കുക. സ്കൂളിൽ നിന്ന് വാങ്ങി ഫില്ല് ചെയ്ത് സ്കൂളിൽ തന്നെ തരേണ്ടതാണ്. ആ കമ്മ്യൂണിറ്റി ഫോം സ്റ്റാർട്ട് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് ഫോം ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മാനേജ്മെൻറ്റ് ഫോം ഓൺലൈനിലാണ്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് ഫോമിൽ സിംഗിൾ വിൻഡോൻ്റെ അപ്ലിക്കേഷൻ നമ്പറും കമ്മ്യൂണിറ്റീൻ്റെ അപ്ലിക്കേഷൻ നമ്പറും എഴുതാനുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ചെയ്തിട്ടേ മാനേജ്മെൻറ്റ് ഫോം ചെയ്യാൻ പറ്റും. ഓൺലൈൻ എന്ന് പറയുമ്പോൾ മാനേജ്മെൻറ്റ് islaya.com സൈറ്റിൽ കയറി കഴിഞ്ഞാൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഫോം വരും. അത് ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അഡ്മിഷൻ സമയത്ത് മാത്രമാണ് ഓഫ്ലൈൻ ഫോം വാങ്ങിയിട്ട് ഫില്ല് ചെയ്യേണ്ടിയുള്ളൂ. അപ്പം മാനേജ്മെൻറ്റ് ഫോം അപ്ലൈ ചെയ്യാൻ ആരും ഓഫീസിലേക്ക് പോകണമെന്നില്ല, സൈൻ്റെ ഓഫീസിൽ പോകേണ്ടില്ല. പക്ഷേ കമ്മ്യൂണിറ്റി ഫോം അപ്ലൈ ചെയ്യാൻ എല്ലാവരും സ്കൂൾ ഓഫീസിൽ വരണം. സ്കൂളിൽ തന്നെ വരണം. അത് ഹൈസ്കൂളിലേക്കാണോ? ഇവിടെ ഹയർ സെക്കൻഡറി ഓഫീസിൽ വരണം. എന്നിട്ട് ഫോം വാങ്ങിയിട്ട് അതിലാവശ്യമുള്ള ഡാറ്റ ഒക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് തരണം. ഇപ്പം 16-ാം തീയതിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ സ്കൂൾ ടൈമിംഗ് എങ്ങനെയായിരിക്കും? അപ്പോൾ ആളുകൾ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കൂൾ ടൈമിംഗ് 9:30 മുതൽ 4:30 വരെ. അപ്പോൾ 9 മുതൽ 4:30 വരെ. ഈ ആവശ്യാർത്ഥം ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കാണ് വരേണ്ടത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്കാണ് വരേണ്ടത്. ഹയർ സെക്കൻഡറി. അപ്പോൾ ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലാണ് ഇത്രയും നേരം നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. സ്കൂളിനെ കുറിച്ചും SSLC വിജയിച്ച കുട്ടികൾ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇത്രയും നേരം നമ്മോട് സംവദിച്ചിട്ടുള്ളത്. സ്കൂളിൻ്റെ ഈ വിജയ യാത്രയിൽ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇത്രയും നേരം സംഭവിച്ചതിന് നന്ദി, നമസ്കാരം. താങ്ക് യു.